ഹായ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് വണ്ടിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇന്ന് എഡ്ജ് ഓഫ് ദ വേൾഡിലേക്കാണ് യാത്ര. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക്. ഞങ്ങൾ പോകുന്നത് റിയാദ് ഒലയിൽ നിന്നാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തത് റിയാദ് ട്രാക്സ് വഴിയാണ്. അവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, എഡ്ജ് ഓഫ് ദ വേൾഡ് റിയാദ് എന്നാണ്. നമ്മൾ മാത്രമല്ല ഈ യാത്രയ്ക്ക്, വേറെയും കുറേ പേരുണ്ട്. എല്ലാവരും വന്നു കഴിയുമ്പോൾ അവർ നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 250 റിയാലാണ്. നമുക്ക് തലേദിവസമാണെങ്കിലും ബുക്ക് ചെയ്യാം. ഞങ്ങൾ തലേദിവസമാണ് ബുക്ക് ചെയ്തത്. പിറ്റേ ദിവസം ഞങ്ങൾ പോയി. ഒലയിൽ നിന്ന് എഡ്ജ് ഓഫ് ദ വേൾഡ് വരെ 2 hours യാത്രയുണ്ട്. ഒരു 1 hour കഴിയുമ്പം ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടി അവർ നിർത്തും. അപ്പോൾ നമുക്ക് അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് സമയം പോയത് അറിഞ്ഞില്ല. യെസ്, എത്താറായി നമ്മുടെ സ്ഥലം. നമ്മളിപ്പോൾ ഓഫ് റോഡ് കയറി. ഇവിടെ നിന്ന് ഇങ്ങനെ ഓഫ് റോഡ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറുണ്ട്. ഞങ്ങൾ സമയം നോക്കിയായിരുന്നു. 3/4 മണിക്കൂർ എടുക്കും നമ്മുടെ എഡ്ജ് ഓഫ് ദ വേൾഡിൽ എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഒട്ടകത്തിനെയൊക്കെ കണ്ടു. ഇത് റൈഡിന് വേണ്ടിയുള്ള ഒട്ടകങ്ങളാണ്. ഇതിൽ റൈഡ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ കണ്ടായിരുന്നു അതിനകത്ത് ഒട്ടക സവാരി ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ലക്കുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. കാരണം തലേദിവസം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വേറൊരു വെതറായിരുന്നു. പിന്നെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സൂപ്പറായിരുന്നു. കാലാവസ്ഥ അടിപൊളിയായിരുന്നു. സൺസെറ്റ് കണ്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വിദേശികൾ കണ്ടോ, ഇവരാണെങ്കിൽ സൈക്കിളിലൊക്കെയാണ് റൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ കുറേ പേര് കണ്ടായിരുന്നു സൈക്കിളിലൊക്കെ റൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ അയ്യവ ഞങ്ങളെത്തി. നമ്മളൊന്ന് പൊളിക്കും. ഇനിന്തോ അവിടെ കൊണ്ടേ വണ്ടി നിർത്തിയിടുന്നു. ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങളൊന്ന് അടിച്ച് പൊളിച്ചിട്ട് വരട്ടെ കേട്ടോ. ഹായ്. അങ്ങനെ ഞങ്ങൾ എഡ്ജ് ഓഫ് ദ വേൾഡിലെത്തി. ഇത് കണ്ടോ, ചെരുപ്പൂര് നടക്കുന്നത് കണ്ടോ? ഇതാണ് പറയുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ ഹീലുള്ള ചെരുപ്പിട്ട് വരരുതെന്ന്. നോക്കൂ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ എഡ്ജ് ഓഫ് ദ വേൾഡിലെത്തി. നമ്മൾ പണ്ട് മലയാറ്റൂര് പോകുമ്പോ ചെരുപ്പൂര് മല കയറൂലേ എന്ന് പറഞ്ഞ പോലെ ഇതേ ഒരാൾ ചെരുപ്പൂര് മല കയറുകയാണ് ഗൈസ്. നമ്മുടെ ജോഷ് മോളേച്ചാണെങ്കിൽ നല്ല ഹീലിന്റെ ചെരുപ്പൊക്കെ ഇട്ടിടണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇത്ര ഇങ്ങനെയുള്ള സ്ഥലമാണെന്നുള്ളത്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മുടെ സാന്ദ്രമോളുടെ ചെരുപ്പൂരി കൊടുത്തു. എന്നിട്ട് അവള് സോക്സ് ഇട്ട് കുറച്ച് നേരം നടന്നു. ചെരുപ്പ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമ്മുടെ എഡ്ജ് ഓഫ് ദ വേൾഡ്? ജോഷ്മോൾ സൂപ്പർ. പറയൂ. ജോഷ്മോൾക്ക് പ്രത്യേകം നല്ല എക്സ്പീരിയൻസ് ആണ്. ഹീലുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ജോഷ്മോൾക്കായിരിക്കും. കാരണം ഹീലുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ട് ചെരുപ്പൂരി നടക്കേണ്ട അവസ്ഥയാണ് ജോഷ്മോൾക്ക് വന്നത്. പറയൂ ജോഷ്മോൾ. ഒന്നും പറയാനില്ല. ജോഷ്മോൾക്ക് ചെരുപ്പ് ഇഷ്യൂ ആയതുകൊണ്ട് ജോഷ്മോളെ ഞങ്ങൾ ഒരു മൂലയ്ക്ക് നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടും പോകുകയാണ് കാണാൻ. ജോഷ്മോളോട് നിന്നോടാ സേഫ് ആയിട്ട്. ജോഷ്മോൾ ഓക്കെ ആയിക്കോട്ടെ. അങ്ങ് നീളത്തിൽ കുറേ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി. നമ്മൾ ഒരു അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ നടന്ന് കാണണം. ജോഷ്മോൾ ചേച്ചി വന്നില്ല. ജോഷ്മോൾ ചേച്ചിക്ക് ചെരുപ്പിൻ്റെ ഇഷ്യൂവും പിന്നെ ചേച്ചിക്ക് കാലിന് വേദനയാണ്. സർജറി കഴിഞ്ഞതാണ് ചേച്ചിയുടെ. അതുകൊണ്ട് ചേച്ചിക്ക് കാലിന് വേദന ആയതുകൊണ്ട് വന്നില്ല. ചേച്ചി ഞങ്ങളൊരു മൂലയ്ക്ക് നിർത്തി. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് അറ്റം വരെ പോയി കണ്ടു. എൻ്റെ പുണ്യം ഒന്നും പറയാനില്ല. കിടു കേട്ടോ. എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണ്ടേ. വലിയ കല്ല് ഉരുട്ടിയിട്ട് നാറാണത്ത് പ്രാന്തനെ പോലെ കാണിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ വലിയ കല്ലില്ലായത് ഗൈസ്. അതുകൊണ്ട് ഞാനൊരു കുഞ്ഞു കല്ലെടുത്ത് അപ്പുറത്തേക്ക് എറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ടു തിരിച്ചു പോവുകയാണ്. ചന്ദ്രമോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നല്ല ലാൻഡ്സ്കേപ്പ്, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഓ മൈ ഗോഡ്, പൊളി വൈബാണ്. എല്ലാവരും വന്നൊന്ന് കണ്ടിട്ട് വേണം. സൗദി അറേബ്യയിലുള്ള എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊന്നും കണ്ടില്ലേ പിന്നെ എന്താണ്. നല്ല രസം. സൂപ്പർ. സെക്ടർ പോലും ഇല്ലാണ്ട് ഞങ്ങൾ വന്നേ. ഒന്നും
പറയാനില്ല. ഓ മൈ ഗോഡ്, തണുത്ത് വിറച്ച്. പക്ഷേ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ നല്ല സഹിക്കുകയാണ്. ഭയങ്കര തണുപ്പ്, നല്ല കാറ്റും. ഞങ്ങൾ മാത്രമുള്ള ഇവിടെ സെറ്റ് ഇടാത്ത വന്ന ടീമുകളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ബാക്കി എല്ലാവരും സെറ്റ് ഇട്ടിട്ടോ വന്നിരുന്നത്. പോരാത്തതിന് തണുപ്പും കാറ്റും കാരണം ജലദോഷവും പിടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. നമുക്ക് അവർ 1 മണിക്കൂർ തരും എല്ലാം പോയി കാണാൻ വേണ്ടിയിട്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മുടെ വണ്ടി നിർത്തിയേക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങളുടെ വണ്ടി എടുത്തു. കണ്ടോ, ഞങ്ങൾ വന്നപ്പോൾ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും രാത്രിയായി. ചെറിയൊരു ഇരുട്ടായി കേട്ടോ, ലൈറ്റൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റോഡിലെത്തി. അങ്ങനെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അടുത്ത ഡിന്നറാണ്. വന്നപാടെ ഞങ്ങൾക്ക് ഇവിടുന്ന് ചായ കിട്ടി. താങ്ക് യു. അറബിക് കോഫി. Yeah. Thank you. ഈ ബാബയ്ക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റിങ്. സോ അതുകൊണ്ട് വീഡിയോ എടുക്കുക. എടുത്തോണ്ടിരിക്കുക. കാവയാന്ന് തോന്നുന്നു, എന്താന്നറിയില്ല. മധുരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇവരെ കാണിക്കാൻ കുടിക്കുവാണ്. അറബിക് കോഫിയും കിട്ടി. പോരാത്തൊരു തീ കായാലും ഉമ്മയോട് തണുത്ത് വിറച്ച് വന്നത് ഞങ്ങൾക്ക് ഇതൊരു ആശ്വാസമാണ് കേട്ടോ. എനിക്കകത്ത് ചാളാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പോയ എല്ലാവരും കൂടി ഒരുമിച്ചു ഡിന്നറിന് വേണ്ടിയിട്ട് ഒരുമിച്ചതാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ചെറിയൊരു സ്നാക്സും കോഫിയൊക്കെ അവർ തരും. തീ കഴിയുമ്പോൾ എന്നാ എനിക്ക് തോന്നുന്നത്, നാട്ടിൽ മറ്റേ കരികിലെല്ലാം കൂടെ കൂട്ടിയിട്ട് തീ കത്തിക്കൂലേ. സാന്ദ്രേ എല്ലാം അടിച്ചു മാറ്റോളൂ നീ. നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടുന്നെല്ലാം പറക്കേക്കാം. ഈ തീകായൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. ഈ തീകായൽ അടിപൊളിയായിരുന്നു. ഇവിടെ ഫ്രീ കിട്ടിയതാണെന്ന് പറഞ്ഞ് 2 എണ്ണം മുഴുവനും തീർക്കുകയാണ് ഇരുന്നോണ്ട്. ഡിന്നർ കിട്ടി, ഇനി ഇത് കഴിക്കാൻ പോവുകയാണ്. പുറത്ത് കഴിക്കാം, പക്ഷെ പുറത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറി വന്ന് കഴിക്കണം. ജോഷ്മോൾ പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഫുഡും കഴിച്ച് ഞങ്ങളുടെ പരിപാടി തീരാൻ പോവുകയാണ്. അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഫുഡ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഇതാണ് ഇന്നത്തെ ഡിന്നർ. സാന്ദ്ര ദേ ഇരിക്കുന്നു. സാന്ദ്രമോൾക്ക് ഇഷ്ടപ്പെട്ടു, സാന്ദ്രമോൾ കഴിച്ചു. പക്ഷേ എനിക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ ജസ്റ്റ് ഷോ കാണിക്കാൻ വേണ്ടി ഇത് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ 2 എണ്ണം ഭയങ്കര ചുടലൊക്കെയാണ് ഗൈസ്, കണ്ടോ. ന്യൂ ഫ്രണ്ട് ജസ്മിൻ. Hi, nice to see you. Bye. Thank you so much. Welcome. Nice to meet you. Okay. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.